we meet again and welcome back to our classes, to our daily supposed to be daily classes, but for the time being we have to pertain ourselves to this video. You have attended a lot of video classes by now and we have completed 2 lessons. First, the speech 3 L's of Empowerment by Christine Lagarde, and the second poem Any Woman by Catherine Tynan. So we had discussed in details about both the chapters, but in this video what I'm going to do is I'm going to just talk about the language elements and I'm going to just answer some queries that you guys have put forward. അപ്പോൾ കുറച്ച് 2-3 ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം മാത്രമാണ് ഈ വീഡിയോ ബിഫോർ ഗോയിങ് ടു ദ തേർഡ് ലെസൺ. So 3 questions that you guys have been asking me is, ഒന്ന്, ടീച്ചർ എനിക്ക് ഇംഗ്ലീഷിൽ A+ കിട്ടാൻ ഡിഫിക്കൾട്ടാണ്. Second one is, how do I improve my English? And third is, which is something an assignment or which is a part of your text, that is, how do you compare poems? So the answer to the first question, that is your difficulty to get an A+ in English. Usually what happens is, ഒരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതും, പക്ഷെ എപ്പോഴും വാല്യൂ ചെയ്യുമ്പോൾ ഒരു ഉത്തരം എഴുതുമ്പോൾ 3 ഭാഗങ്ങളുണ്ടാവും ഒരു ഉത്തരത്തിന്. അത് കണ്ടന്റ് പാർട്ട്, the second is the language part, and then the structure part. കണ്ടന്റ് ഒരുവിധം എല്ലാവരും നന്നായിട്ട് എഴുതും, സമ്മറിയൊക്കെ പഠിച്ചു വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യും. ഏത് എസ്സേ ആയാലും ചില കാര്യങ്ങളുടെ പോയിന്റ്സ് എല്ലാം ഉണ്ടാവും. പക്ഷേ പിന്നീട് അതിൻ്റെ സ്ട്രക്ചർ വരുമ്പോഴേക്കും ഗ്രാമാറ്റിക്കൽ എലിമെൻസിൻ്റെ സ്ട്രക്ചർ ചിലപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് ദ ലാംഗ്വേജ് പാർട്ട്, പുതിയ പുതിയ വാക്കുകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദ വേ ഇറ്റ് ഈസ് പ്രസൻറ്റഡ്, അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, അതിൻ്റെ ഒരു കൺക്ലൂഷൻ, കോട്ട് ചെയ്യുന്ന ചില ആൾക്കാരെയൊക്കെ നമ്മൾ കോട്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ്, ലാംഗ്വേജിൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. So that is one thing that you have to be careful of. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് ഡ്യൂറിങ് ദിസ് ലോക്ക്ഡൗൺ ടൈം ആൻഡ് യു ക്യാൻ ഷുവർലി ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് തരാം. സെക്കൻഡ് ഈസ്, ഹൗ ഡു ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്? ഓട്ടോമാറ്റിക്കലി ബോത്ത് ദീസ് ക്വസ്റ്റ്യൻസ് ആർ കണക്റ്റഡ്. ഹൗ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ്, ഹൗ ടു ഗെറ്റ് an A+. അപ്പം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് വൈസ് ആണ് പലരും പഠിക്കുന്നത്. ലേൺ ഇറ്റ് ആസ് എ ലാംഗ്വേജ്. സോ വാട്ട് ഡു യു ഡു വിത്ത് ലാംഗ്വേജ് യൂഷ്വലി? ഹൗ ഡു യു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്? വാട്ട് യു ഡു ഇസ്, you have to read a lot, you have to listen to it a lot, you have to practice what you have read or what you have gained. ഈ 3 എലിമെൻറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലാക്കിംഗ് ആണ്. ഫസ്റ്റ് തിങ്, യു ഡോണ്ട് റീഡ് എനിത്തിങ് ദറ്റ് കംസ് ടു യുവർ ഹാൻഡ്. അത് ഇന്നതൊന്നും ഇല്ല. വാട്ട് എവർ കംസ് ടു യുവർ ഹാൻഡ് യു റീഡ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജ് ഇംബൈബ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് സെക്കൻഡ് ഈസ്, പുതിയ പുതിയ വേർഡ്സ് കാണുമ്പോൾ അത് പഠിക്കാൻ നോക്കുക. ആ പുതിയ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ച് മെമ്മറിയിൽ വെച്ചാൽ പോരാ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് യൂസ് ഇറ്റ് ഇൻ യുവർ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. സ്വന്തമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൻറ്റൻസസിൽ നിങ്ങൾ സ്വയം സെൻറ്റൻസസ് ഫ്രെയിം ചെയ്തിട്ട് സ്വന്തം സെൻറ്റൻസസിൽ യൂസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് വാച്ച്. നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം, വെബ് സീരീസ് വാച്ച് ചെയ്യാം. അതല്ല, English films watch ചെയ്യാം. If it's very difficult to understand the language that is spoken, subtitles ഉള്ള കാര്യങ്ങൾ അടിയിലിങ്ങനെ സബ്ടൈറ്റിൽസ് കൊടുക്കും, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്, ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് അബവ് ഓൾ ദാറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലേണിംഗ് പ്രോസസ് ആണ്, ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഫീൽ ഒരിക്കലും യു ഷുഡ് നോട്ട് ഗോ ഫോർ ദിസ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ടേക്ക് ഇറ്റ് ആസ് എൻ എയിം ദാറ്റ് ഐ ആം ഗോയിങ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്, ആൻഡ്
this is the way that I am going to improve it എന്നുള്ള ഒരു ഫീൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ വാച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് ലേണിംഗ് ന്യൂ വേർഡ്സ്. ആൻഡ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഹാവിങ് സെഡ് ഓൾ ദീസ് തിങ്സ്, വൺ തിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് വാട്ട് എവർ യു ഹാവ് അക്വയർഡ്, നിങ്ങൾ വാച്ച് ചെയ്തു, നിങ്ങൾ പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വായിച്ചു, പുതിയ വേർഡ്സ് പഠിച്ചു, ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്വന്തമായിട്ട് വാക്കുകളും എഴുതി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത് ഒന്ന് പിന്നെ നിങ്ങളെ ലാംഗ്വേജിൽ എഴുതി നോക്കുക. നിങ്ങളുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൽ എഴുതി നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ എഴുതിയ സാധനവും ആ ഒറിജിനൽ റൈറ്റിങ്ങും ഒന്ന് കമ്പയർ ചെയ്യുക. Okay, now we move on to the third question, that is how to compare 2 poems. This is a question that will be included in your question paper. Term and examiner 8 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ടാണ് ഇത് വരിക. ഇതിന് കുറച്ച് ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് മെനി ഓഫ് യു സ്റ്റാർട്ടഡ് ആസ്കിങ് ക്യാൻ യു എക്സ്പ്ലെയിൻ മോർ, കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേക്കിംഗ് ഓൾ ദിസ് ഇൻ ടു അക്കൗണ്ട് ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഹൗ ടു കമ്പയർ 2 poems. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കമ്പാരിസൺ പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഒരു പദ്യം റീഡ് ചെയ്യുന്നത്, ഒരു പോം നിങ്ങളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം മെനി ഓഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് പോയിന്റ്സ്. അതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദോസ് 3 ക്വസ്റ്റ്യൻ? ഫസ്റ്റ്, ഹൂ ഇസ് ദ സ്പീക്കർ? ഹൂ ഇസ് ദ പോയറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഹൂ ഇസ് ദ സ്പീക്കർ. ദെൻ ടു ഹൂം ഇസ് ഇറ്റ് അഡ്രസ്ഡ്? ആൻഡ് ദ തേർഡ്, ദ തീം ഓഫ് ദ പോയം. അപ്പോൾ ഹൂസ് ദ സ്പീക്കർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പോയിറ്റിന് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ടേക്ക് ഫോർ എക്സാമ്പിൾ എനി വുമൺ എന്ന് പറയുന്ന ആ പദ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹൂസ് ദ സ്പീക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ കാതറിൻ ടെനാൻ. ബട്ട് ആക്ച്വലി കാതറിൻ ടെനാൻ ആയിരിക്കില്ല. അവിടെ കാതറിൻ ടെനാൻ ഒരു പക്ഷേ അമ്മയാവുന്നതിന് മുന്നേ ആണ് ഇങ്ങനെ ഒരു പദ്യം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പദ്യം വായിച്ചു കഴിഞ്ഞിട്ട് ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് പദ്യം വായിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ടുവേർഡ്സ് ദ ലാസ്റ്റ് 2 lines ടേക്ക് മീ നോട്ട് ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഇതൊരു അമ്മയാണ്. സോ ഹൂസ് ദ സ്പീക്കർ? ദ മദേഴ്സ് ദ സ്പീക്കർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു whom is it addressed? Sometimes it will be addressed to the readers. Sometimes it will be addressed to someone. ഇപ്പോൾ ഇതിനകത്ത് ലാസ്റ്റിലേക്ക് അത് അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ്? ഗോഡിന്, ജീസസ് ക്രൈസ്റ്റിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോ സംടൈംസ് ഇറ്റ് മൈറ്റ് ബി അഡ്രസ്ഡ് ടു ഗോഡ്, സംടൈംസ് ഇറ്റ് മൈറ്റ് ബി അഡ്രസ്ഡ് ടു എ പേഴ്സൺ ഹൂ സിറ്റിംഗ് നിയർ ബൈ. സംടൈംസ് വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പറയും ആരോടാണ് ഇത് പറയുന്നത്, മൈ സണ്ണോ മൈ ഡോട്ടറിനോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് അതിനുള്ളൊരു ഹിൻ്റ് ഉണ്ടാവും ആരോടത്താണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തിങ് ഹൂസ് ദ സ്പീക്കർ, second to whom is it addressed, and the third what is the theme of the poem. ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന പദ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമാവും. ഓഫ് കോഴ്സ് ദർ വിൽ ബി സം ഡിഫിക്കൾട്ട് വേർഡ്സ്, പക്ഷേ ഇപ്പോഴൊന്നും നിങ്ങൾക്ക് പേടിക്കാനില്ല. കാരണം അതിൻ്റെ എല്ലാ മീനിങ്സ് താഴെ കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും പദ്യങ്ങളിലെല്ലാം താഴെ തന്നെ ഡിഫിക്കൾട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പം അത് ആ പെർട്ടിക്കുലർ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. ബിക്കോസ് പിന്നെ ആ ഒരു പദ്യത്തിൻ്റെ ഒരു ജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പഠിച്ചൊരു പദ്യവുമായിട്ടാണ് വേറൊരു പദ്യം തരിക. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ പഠിച്ച പദ്യവുമായിട്ട് എവിടെയോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി ഉള്ള ആ ഒരു തിമാറ്റിക് സിമിലാരിറ്റി ഉള്ള ഒരു പദ്യമായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു പോം നിങ്ങളുടെ മുന്നിൽ തരില്ല. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ വിൽ ബി സംതിങ് സിമിലർ, ഷുവർലി ദർ വിൽ ബി സംതിങ് സിമിലർ വിത്ത് ദ പോം ദാറ്റ് യു ആർ ഓൾറെഡി studied. So keeping that in mind, you just read the poem and analyze it based on the 3 things that I have told you. Who is the speaker, what is it about,
and to whom is it addressed to. Then compare ചെയ്യുമ്പോൾ തന്നെ പലരും there is no hard and fast rule as to how it should be compared. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ പഠിച്ച പദ്യത്തിൻ്റെ ഒരു സമ്മറി എഴുതും, പിന്നെ രണ്ടാമത്തെ പദ്യത്തിൻ്റെ നിങ്ങൾക്കറിയാവുന്ന സമ്മറി എഴുതി വെക്കും, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു A+ ലെവലിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. ഈ സിമിലാരിറ്റീസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതിനകത്തിനിപ്പോൾ ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ലെറ്റ്സ് ബി ജസ്റ്റ് ഫോക്കസ് ഓൺ കമ്പയറിങ് ദ 2 പോയിന്റ്സ്. ഈ കമ്പാരിസണിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പോയിന്റ്സ് അവിടെ നിൽക്കട്ടെ, ഇവരെ രണ്ടുപേരെയും നോക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു കമ്പയർ ദീസ് 2 തിങ്സ്? 2 ടോയ്സ് ആണ്. എന്ത് ടോയ്സ് ആണ് അത്? സ്റ്റഫ്ഡ് ടോയ്സ് ആണ്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് കമ്പയറിങ് ദം. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ആർ സ്റ്റഫ്ഡ് ടോയ്സ് എന്ന് പറയാമല്ലോ. സ്റ്റഫ്ഡ് ടോയ്സ് ആണ്. ഫോർ ദ ടൈം ബീങ് ഇയാളുടെ പേര് ടെഡി എന്നും ഇയാളുടെ പേര് ബണ്ണി എന്നും വിളിക്കാൻ പോവാണ്. സോ വി ഹാവ് ഗോട്ട് ടെഡി ആൻഡ് ബണ്ണി ആൻഡ് വി ആർ ഗോയിങ് ടു കമ്പയർ ദീസ് 2. We can say both of them are stuffed toys. Did you give attention to the word that I have spoken? What did I say? Both. Similarities ആണ് പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? How did I start? Both എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. Then രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് similar. Both of them are similar in the way that they are used for playing. Both of them are cozy. Lovely to hold എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്ത് പറയാം? പേരെടുത്ത് വെച്ച് പറയുകയാണെങ്കിൽ both Teddy as well as Bunny. Both Teddy as well as Bunny have got cute noses എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂട്ട് നോസസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് പറയാവുന്നത് we can talk about they have got the same eyes എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Both are comfortable to hold. It is very comfortable to hold the teddy in the same way. Again, stress on the word in the same way. It is comfortable to hold the bunny also. അപ്പോൾ ഇത്രയൊക്കെ വാക്കുകൾ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ഓർത്തോ? ബോത്ത് ഉപയോഗിക്കാം, സിമിലർലി ഉപയോഗിക്കാം, ആസ് വെൽ ആസ് ഉപയോഗിക്കാം, ജസ്റ്റ് ആസ് ദ ബണ്ണി, ജസ്റ്റ് ആസ് ഉപയോഗിക്കാം, ഇൻ ദ സെയിം വേ ഉപയോഗിക്കാം, സെയിം ആസ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കാം. ഇനി ഓക്കെ, വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദി സിമിലാരിറ്റീസ്. ദേ ആർ നോട്ട് ഓൺലി സിമിലർ, ദേ ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ഡിഫറൻസസ്. എന്തൊക്കെയാണ് ആ ഡിഫറൻസസ്? അതിനെക്കുറിച്ച് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ്? Even though both the bunny and the teddy are comfortable, cozy to hold, they have got a lot of differences. The bunny has got a very long ear, but കണ്ടോ എന്താ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്? but the teddy has got 2 short ears. അപ്പം ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് but. പിന്നെ although the teddy is comfortable to hold, it is not as comfortable as the bunny എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ both of them differ in their color. സോ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിഫർ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ the bunny is big, but the teddy is small. അല്ലെങ്കിൽ the teddy is a small one. However, the bunny has got a big, what do you say? A big head. എന്ന് വേണമെങ്കിൽ പറയാം. So these are the words that I have used for comparing the 2 bunnies. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരെയും 2 പദ്യമായിട്ട് സങ്കല്പിക്കാം.
അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാം, ഇവരുടെ ഓവറോൾ സ്ട്രക്ചർ, തീം, രണ്ട് പദ്യമാണ്. അപ്പോൾ രണ്ട് പോയിൻറ്റ്സാണ്. ഇവരുടെ ഓവറോൾ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ സിമിലർലി ഉപയോഗിക്കാം, പിന്നെ ആസ് വെൽ ആസ് ഉപയോഗിക്കാം, ബോത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവർ രണ്ടും തൽക്കാലം ഇയാൾ ഇവിടെ നിൽക്കട്ടെ. അപ്പം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവർ രണ്ട് പേരെയും കമ്പയർ ചെയ്ത പോലെ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് കമ്പയറിങ് ടു പോയിൻറ്റ്സ്. അപ്പം അതിനകത്ത് പിന്നെ അപ്പം കമ്പയറിങ് വേർഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്തൊക്കെ കമ്പയർ ചെയ്യാം, ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് തന്നെ കമ്പയർ ചെയ്യാം. ഹൂസ് ദ സ്പീക്കർ, രണ്ട് പദ്യത്തിലും ആരാണ് ഇത് പറയുന്നത്, പദ്യം പറയുന്നത്. രണ്ടാമതും അതിൻ്റെ ആരോടാണ് പറയുന്നത്, രണ്ടുപേരും. അപ്പോൾ ഈ പറയുന്ന വാക്ക് ഇപ്പോൾ ടോയ്സിൽ ഞാൻ ഫുള്ള് പറയുന്നില്ല, ബിക്കോസ് യു ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പോൾ ദ സ്പീക്കർ ഓഫ് the poem in any woman is a mother, but the speaker of the poem in the second poem, the toys, is a father. Theme, both the poems similarity ആണ് അവിടെ വരുന്നത്. നേരത്തെ ഞാൻ ഉപയോഗിച്ച സെൻറ്റൻസ് ബട്ട് ആണ്, ഇത് രണ്ടും സിമിലർ ആണ്. അപ്പോൾ തീം പറയാം. ബോത്ത് ദ പോയംസ് ഹാവ് ദ തീം ഓഫ് പാരന്റൽ ലവ്. ഓക്കെ, അങ്ങനെ ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ ആരോടാണോ അഡ്രസ് ചെയ്യുന്നത് അത് ടുവേർഡ്സ് ദ എൻഡ് രണ്ട് പദ്യത്തിനകത്തും പറയുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ദ ലാംഗ്വേജ് എലിമെൻറ്റ്സ്, യു ക്യാൻ ടോക്ക് അബൌട്ട് ദി പോയറ്റിക് ഡിവൈസസ് ദാറ്റ് ആർ യൂസ്ഡ്. എനി വുമൻ ഓൾറെഡി യു നോ, അതിനകത്ത് അലിട്രേഷൻ ഉണ്ടെന്നറിയാം, പിന്നെ മെറ്റഫേഴ്സ് ആണ് ഉപയോഗിച്ചതെന്നറിയാം. After talking about the language elements, ലാസ്റ്റിൽ അപ്പം ഈ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് തീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞ 3 പാരഗ്രാഫിനെ കുറിച്ച് ഇതേപോലെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയാം. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ മോർ മാർക്സ്. ആൻഡ് ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് അതിൻ്റെ ലാംഗ്വേജ് എലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം. ആൻഡ് തേർഡ്, യു ക്യാൻ ടോക്ക് അബൌട്ട് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ രണ്ട് പദ്യത്തിനെ കുറിച്ചും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ദ കമ്പാരിസൺ ഓഫ് ദ 2 poems. So I hope you guys have got it. I don't want to make this video lengthy. അപ്പം ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, അത് കഴിയണതും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത്. ഇറ്റ്സ് ഈസി ആക്ച്വലി, കാരണം മറ്റേത് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന കാര്യമാണ്. ഇത് മാത്രം വായിച്ച് നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ, ആ പഠിച്ചതിൻ്റെ അതേ സാധനങ്ങൾ, അതിൻ്റെ തീം എന്താണ്, ഇതിൻ്റെ തീം എന്താണ്, അത് സെയിം ആണെന്നുണ്ടെങ്കിൽ സിമിലർലി ഉപയോഗിക്കാം എന്നുള്ള ഈ കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു കമ്പയർ ദീസ് any poem that's given to you. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഓഫ് ദ ക്ലാസ്സസിലെ ഫസ്റ്റ് എക്സസൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ കമ്പാരിസൺ തരുന്നത്. ത്രൂ ഔട്ട് ഇനി വരുന്നതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പദ്യങ്ങൾ ഇതുപോലെ കമ്പാരിസൺ വരും. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇത് പഠിച്ചു വെക്കുക, ഇതിൻ്റെ രീതികൾ പഠിച്ചു വെക്കുക. ഇത് 2-3 പദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം കമ്പയർ ചെയ്ത് നോക്കുക. ആൻഡ് കുറച്ച് ടിപ്സ് ഞാൻ തരുന്നത്, ഓൾറെഡി കമ്പയർഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എടുക്കുക. ആൻഡ് ദെൻ you try to write your own comparison, and after that you read what you have written with already that is given. അപ്പോൾ വളരെ നെറ്റിലെങ്ങാനും ഇതിൻ്റെ കമ്പാരിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാതെ you write by yourself. After writing by yourself, you just go through what is already prepared. അപ്പോൾ നിങ്ങൾക്ക് again you can make a comparison about what you have written and what other person have written and the quality of writing, and then try to improve your language, improve the way you have written. Okay, so that's all for today. I hope you have enjoyed this video, and I hope you will give very keen attention to your studies. Stay safe. Thank you.